നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം സാർ. അങ്ങനെ ഏകദേശം 3215 ദിവസങ്ങൾക്ക് ശേഷം 8 വർഷത്തിന് ശേഷം ദിലീപ് കുറ്റവിമുക്തനായി എന്നൊരു വാർത്തയാണ് കേൾക്കുന്നത്. ഒരുപക്ഷെ 1 മുതൽ 6 വരെയുള്ള പ്രതികളെക്കാളും ഉറ്റുനോക്കിയിരുന്ന കേരള ജനത ഉറ്റുനോക്കിയിരുന്ന ദിലീപിന്റെ വിധിയായിരുന്നു. ഒരുപക്ഷെ ആ ഒരു വിധിക്ക് ശേഷം വളരെ വികാരാധീനനായിട്ട് ദിലീപ് മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞു, എന്നെ മാധ്യമ വിചാരണയാണ് ചെയ്തത്, എൻ്റെ പിന്നിൽ ഇത്തരത്തിൽ ഒരു ഗൂഢാലോചന തന്നെ നടന്നിരുന്നു. ഒരുപക്ഷെ ആദ്യ ഭാര്യയെ ഉൾപ്പെടെ മഞ്ജുവിനെ ഉൾപ്പെടെയുള്ള രീതിയിൽ പരാമർശിച്ചുകൊണ്ടാണ് ദിലീപ് പറഞ്ഞത്. പക്ഷെ ഇവിടെയും നമുക്കൊരു കാര്യം അറിയാം, അതിജീവിത എന്നുള്ളത് ഇപ്പോഴുമുണ്ട്. ആ പെൺകുട്ടി അനുഭവിച്ച മാനസിക വേദനകൾ, പീഡനങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. പക്ഷേ എന്തിനാണ് പൾസർ സുനി ഇത് ചെയ്തത് എന്നുള്ള ഒരു ചോദ്യം വീണ്ടും സമൂഹം ഉന്നയിക്കുകയാണ്. ദിലീപാണ് ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിലെങ്കിൽ പൾസർ സുനി എന്തിനാണ്? അതിപ്പോൾ ദിലീപ് തെറ്റുകാരനല്ല എന്ന് വിധി വരുമ്പോൾ പിന്നീട് ആരാണ് ഇതിന്റെ പിന്നിൽ എന്നുള്ളൊരു ചോദ്യം. നമ്മൾ ആദ്യം നമ്മുടെ ഭാഗ്യലക്ഷ്മിയുടെ ഒരു പ്രതികരണം കേൾക്കണം. ഇപ്പോൾ ചാനലുകളിൽ ഞാൻ കേട്ടു, ആ ഒരു പ്രതികരണം കേട്ടു ഭാഗ്യലക്ഷ്മിയുടെ. എന്നും അവൾക്കൊപ്പം നിന്നിരുന്ന ഒരു ആളാണ് ഭാഗ്യലക്ഷ്മി. വളരെ കരുത്തോടെ നിന്നിരുന്നു. ഭാഗ്യലക്ഷ്മിയുടെ ആ ഒരു ഘനഗംഭീരമായ സ്ത്രീ ശബ്ദം, അതേ ശബ്ദത്തിൽ അവർ വീണ്ടും പ്രതികരിക്കുന്നത് കേട്ടപ്പോൾ പുതിയ പ്രതീക്ഷ എവിടെയൊക്കെയോ മുളയ്ക്കുന്നു. ഭാഗ്യലക്ഷ്മി പറയുന്നത് അവൾക്കൊപ്പം തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും. ഈ കഴിഞ്ഞ 9 വർഷക്കാലം അവൾ അനുഭവിച്ച ട്രോമ, അതിൽ നിന്നിപ്പോഴും അവൾ മുക്തിയായിട്ടില്ല. അവൾക്ക് നീതി ലഭിച്ചിട്ടില്ല എന്നാണ് ഭാഗ്യലക്ഷ്മി പറയുന്നത്. ഈ വിധിക്ക് കോടതി ജനങ്ങളോട് മറുപടി പറയേണ്ടി വരും എന്ന് ഭാഗ്യലക്ഷ്മി പ്രതികരിച്ചിരിക്കുന്നു. ഇതിൻ്റെ പേരിൽ ഇനി കോടതി എനിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചാലും താൻ അത് നേരിട്ടോളാം. അവൾക്ക് നീതി കിട്ടിയില്ല എന്ന് ഭാഗ്യലക്ഷ്മി ഇത്ര ശക്തമായി പ്രതികരിക്കുമ്പോൾ, അയാൾക്കെതിരെ ഭാഗ്യലക്ഷ്മി ഇത്ര രൂക്ഷമായി സംസാരിക്കുമ്പോൾ, ഇത് ആക്രമിക്കപ്പെട്ട നടിയുടെ ശബ്ദമായി മാത്രമേ നമ്മൾക്ക് കാണാൻ കഴിയൂ. എന്തുകൊണ്ടാണ് ഭാഗ്യലക്ഷ്മി ഇത്ര രൂക്ഷമായി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്? കാരണം ആ നടിക്കൊപ്പം എപ്പോഴും നിന്നിരുന്നു ഭാഗ്യലക്ഷ്മി. ആ നടി എല്ലാ കാര്യങ്ങളും ഭാഗ്യലക്ഷ്മിയോട് തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്ന് ഭാഗ്യലക്ഷ്മി മുൻപ് പറഞ്ഞിട്ടുണ്ട്. എത്ര ഭയാനകമായ ഒരു വൈകുന്നേരമായിരുന്നു. നമുക്കറിയാം ആ നടി ആക്രമിക്കപ്പെട്ട ദിവസം 6 പ്രതികൾ അവർ ടെമ്പോ ട്രാവലറിൽ വന്ന് നടി സഞ്ചരിച്ചിരുന്ന ലാൽ ക്രിയേഷൻസിൻ്റെ ആ SUV കാറിലേക്ക് ഇടിച്ചു കയറ്റുന്നു. പിന്നീട് ആ കാറിലേക്ക് 6 ആളുകളാണ് ഇരച്ചു കയറുന്നത്. അവർ ഈ യുവതിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്യാൻ ശ്രമിക്കുന്നു, ബലാത്സംഗം ചെയ്യുന്നു. അതിനൊപ്പം ഈ ദൃശ്യങ്ങൾ പകർത്തുന്നു. ഇവിടെ ഒരു ശ്രദ്ധേയമായ ചോദ്യമുണ്ട്. 6 പേർ ബലാത്സംഗം എന്നൊരു ലക്ഷ്യത്തിന് വേണ്ടി ആയിരുന്നില്ല ആ നടിയെ ഇത്ര ക്രൂരമായി ആക്രമിച്ചത്. ആ നടി ആക്രമിക്കപ്പെട്ട രീതി അതൊരിക്കലും ഒരു ബലാത്സംഗത്തിൻ്റെതായിരുന്നില്ല. ഇപ്പോൾ കൂട്ട ബലാത്സംഗം എന്ന് പറഞ്ഞാൽ പോലും ഓടുന്ന കാറിൽ വെച്ച്, അതും ആലുവ അത്താണി പോലെ വളരെ ഒരു നാഷണൽ ഹൈവേയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് വെച്ച് ഒരു അപകടം ക്രിയേറ്റ് ചെയ്ത് ആ നടിയെ പാനിക്കാക്കി വളരെ സംഭ്രമത്തിലാക്കി ബലാത്സംഗം ചെയ്യുക. ഇനി ബലാത്സംഗം ചെയ്യുന്ന ഒരു കൂട്ടം ക്രിമിനലുകളായിരുന്നു അവരെങ്കിൽ അവരെന്തിനാണ് ദൃശ്യം പകർത്തിയത്? അപ്പോൾ ദൃശ്യം പകർത്തുന്നതിന് പിന്നിൽ 2 ഉദ്ദേശമാണ്. ഒന്ന്, ബ്ലാക്ക് മെയിൽ ചെയ്യുക. ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം തട്ടാനാണ് എങ്കിൽ ഈ നടി അത്ര വലിയ ഇരയൊന്നും ആയിരുന്നില്ല. ഈ നടിയുടെ കയ്യിൽ നിന്ന് വലിയ തുകയൊന്നും ഒന്ന് തട്ടിയെടുക്കാൻ കഴിയുമായിരുന്നില്ല. ഒരു സാധാരണ ഒരു നടി മാത്രമാണ്. അവരുടെ കയ്യിൽ അത്രയേറെ പണമൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിനേക്കാളൊക്കെ പണവും പ്രശസ്തിയുമുള്ള ഒട്ടനവധി സ്ത്രീകളും നടിമാരും ഒക്കെ ഉണ്ട്. അതിൽ വലിയ അസ്വാഭാവികതയുണ്ട്. എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം തട്ടാനാണ് ഇത്തരം ഒരു ബലാത്സംഗം നടത്തി ആ ദൃശ്യങ്ങൾ പകർത്തിയതെങ്കിൽ അതിൻ്റെ ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കണം. അപ്പോൾ സ്വാഭാവികമായും ഇതിന് പിന്നിൽ മറ്റൊരു ഗൂഢാലോചനയുണ്ട് എന്ന് കേരളം സംശയിച്ചു. കേരളമല്ല ആദ്യം സംശയിച്ചത് ദിലീപിൻ്റെ ആദ്യ ഭാര്യ മഞ്ജു. ഈ ആക്രമണം നടന്ന തൊട്ടടുത്ത ദിവസം ദർബാർ ഹാളിൽ വെച്ച് ചലച്ചിത്ര പ്രവർത്തകരുടെ ഒരു പ്രതിഷേധ യോഗം ചേരുന്നു. ആ യോഗത്തിൽ നമുക്കറിയാം ദിലീപിൻ്റെ ഒരു വികാര പരിധിയോടെയുള്ള പ്രസംഗം. അതുതന്നെയാണ് ദിലീപിൻ്റെ ആദ്യ വീഴ്ച. പരസ്പരം കുറ്റപ്പെടുത്താതെ, പരസ്പരം സംശയിക്കാതെ തുടങ്ങിയ ദിലീപിൻ്റെ ചില വാക്കുകൾ. അതിന് പിന്നാലെ നടി മഞ്ജു വാര്യർ. ഈ ആക്രമണത്തിന് പിന്നിൽ ഒരു ക്രിമിനൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നാൽ നടി മഞ്ജു വാര്യർ ആദ്യമായി കേരളത്തോട് പറയുകയാണ്. നമ്മൾ വാസ്തവത്തിൽ നിസ്സംഗതയോടെ ആ നടിയുടെ വാക്കുകൾ കേട്ടു നിൽക്കുന്നു. ആദ്യഘട്ടത്തിൽ ആരായിരിക്കാം ആ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ? പിന്നീട് ഞെട്ടിക്കുന്ന നിരവധി വെളിപ്പെടുത്തലുകൾ. മഞ്ജു വാര്യരും ദിലീപും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുകൾ വീണുവെന്നും
ആ ബന്ധത്തിൽ വിള്ളലുകൾ വീഴാനുള്ള കാരണം ദിലീപിന് കാവ്യമാധവനുമായുള്ള ബന്ധമാണെന്നും ആ ബന്ധത്തെക്കുറിച്ച് മഞ്ജു വാര്യരുടെ അടുക്കൽ തുറന്നു പറഞ്ഞത് ഇപ്പോൾ ആക്രമിക്കപ്പെട്ട ആ നടിയാണെന്നും പിന്നീട് നിരവധി തുറന്നു പറച്ചിലുകൾ സിനിമാ ലോകത്ത് നിന്ന് പുറത്തുനിന്ന് നമുക്കറിയാം. സംയുക്ത വർമ്മ, ഭാമ, മഞ്ജു വാര്യർ തുടങ്ങി ഒട്ടനവധി നടികൾ ഇത് സംബന്ധിച്ച വ്യക്തമായ മൊഴിയാണ് പിന്നീട് കൈമാറിയത് അന്വേഷണ സംഘത്തിന്. ഈ മൊഴി പൂർണ്ണമായും സംശയനിഴലിലാക്കിയത് ദിലീപ് എന്ന നടനെ. പക്ഷെ ഇവിടെ അന്വേഷണ സംഘത്തിന് തുടക്കത്തിൽ ദിലീപ് എന്നൊരു വളരെ പ്രമുഖനായ നടനെ അറസ്റ്റ് ചെയ്യുന്നതിലും ദിലീപിലേക്ക് അന്വേഷണം തിരിക്കുന്നതിലും ഒട്ടനവധി പരിമിതികളുണ്ടായിരുന്നു. കാരണം അന്ന് ഇന്നത്തെ മോഹൻലാലും മമ്മൂട്ടിയൊന്നും ഒന്നുമല്ല. 9 വർഷങ്ങൾക്ക് മുൻപ് മലയാള സിനിമാ ലോകം അടക്കി ഭരിച്ച് ഉള്ളങ്കയിൽ വെച്ച് അമ്മാനമാടി ആ സാമ്രാജ്യത്തിൻ്റെ അധിപനായി വാണിരുന്ന ആ സിംഹാസനത്തിൽ കയറി കുത്തിയിരിക്കുന്ന ഒരു ഉഗ്രരൂപിയായിരുന്നു ദിലീപ്. സിനിമാ നിർമ്മാണം, സിനിമ അഭിനയം, സിനിമാ വിതരണം, സിനിമ തിയേറ്ററുകൾ തുടങ്ങിയ സമസ്ത മേഖലയിലും ദിലീപ് തന്നെ ഭയപ്പെടുത്തിയ വാക്കുകൾ ഈ ആക്രമിക്കപ്പെട്ട നടി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. നീ എന്നെ ചതിച്ചു, നീ മഞ്ജുവിനോട് എന്നെക്കുറിച്ച് ഇന്ന കാര്യങ്ങൾ പറഞ്ഞു, ഞാനും കാവ്യയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നീ മഞ്ജുവിനോട് തുറന്നു പറഞ്ഞു. മലയാള സിനിമാ ലോകത്ത് ഞാൻ നിശ്ചയിക്കും ആരഭിനയിക്കണം, ആര് വാഴണമെന്ന്. ഇതായിരുന്നു ദിലീപ് തന്നോട് നടത്തിയ ആ ഭയപ്പെടുത്തുന്ന വാക്കുകൾ എന്ന ഈ അതിജീവിതയുടെ ഒരു മൊഴിയുണ്ട്. ഒരു പക്ഷേ അവിടെ നിന്ന് തന്നെ എനിക്കൊരു ചോദ്യം ചോദിക്കേണ്ടി വരും. കാരണം ദിലീപ് എന്ന് പറയുന്ന ഇപ്പോൾ പറഞ്ഞോണം സിംഹാസനത്തിലിരിക്കുന്ന സിനിമാ മേഖലയിലെ ഒരു സിംഹാസനത്തിലെ ചക്രവർത്തി തന്നെയായിരുന്നു. എന്തും ചെയ്യാനുള്ള ഒരു അധികാരം, ഒരു പവർ ദിലീപിന് അന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ മാറി നിൽക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിൽ മഴവിൽ മനോരമ അവരുടെ ഒരു പ്രോഗ്രാമിൻ്റെയൊക്കെ ഇടയിൽ പച്ചയ്ക്ക് ദിലീപ് പറഞ്ഞു, നിന്നെ ഞാൻ കൊളുത്തും, അല്ലെങ്കിൽ നിന്നെ ഇനി ഒരു സിനിമാ മേഖലയിൽ നിന്ന് ഔട്ടാക്കും എന്നൊക്കെ ഒരു വികാരാധീനായിട്ട് അല്ലെങ്കിൽ മഞ്ജുമായിട്ടുള്ള പ്രശ്നത്തിൽ ദിലീപ് പറയുമ്പോഴും ദിലീപ് എന്നൊരു വ്യക്തിക്ക് പറയുന്ന നടിയോട് ഏത് തരത്തിലും ഈ ഒരു വൈരാഗ്യം കാണിക്കാം. ഒരു പക്ഷെ മറ്റൊരാൾ അറിയാത്ത രീതിയിൽ സത്യം പറഞ്ഞാൽ ദിലീപ് എന്ന കുശാഗ്ര ബുദ്ധിയുള്ള അതിബുദ്ധിമാനായ ആ നടന് ഒരു പക്ഷേ ഈ പൾസർ സുനി എന്ന് പറയുന്ന വെറും ഒരു തറ ഗുണ്ടയെ വെച്ച് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നതിനേക്കാളും മറ്റേതെങ്കിലുമൊക്കെ തരത്തിൽ ഒരു പക്ഷേ ഈ നടിയോട് വൈരാഗ്യം ചെയ്തുകൂടെ, ഇത്തരത്തിലായിരുന്നോ പ്രവർത്തിക്കേണ്ടതെന്നൊരു സംശയം. കാരണം പൾസർ സുനിയെ പിറ്റേ ദിവസം തന്നെ ഓരോരുത്തരെ പൊക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. അത്രയ്ക്ക് ഈസി ആയിട്ട് ഒരു വ്യക്തി ഒരു പെൺകുട്ടിയോട് ഇങ്ങനെ കാണിച്ചിട്ട് ഈസി ആയിട്ട് പൊക്കുന്ന തരത്തിൽ അത് നേരെ ദിലീപിലേക്ക് വരും എന്ന് ദിലീപിനെ വ്യക്തമായിട്ട് അറിഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ ഒരു വൈരാഗ്യം ദിലീപ് കാണിക്കുമോ? അല്ല, ഇതിലെ ആദ്യം തൊട്ട് ഈ സംഭവം നടന്നതിൻ്റെ തൊട്ട് പിന്നാലെ ഇത്തരം ഒരു സംശയത്തിന് സ്വാഭാവികമായിട്ടൊരു വില കൊടുക്കേണ്ടി വരും. പക്ഷെ അവിടെ മറ്റൊരു തലം കൂടിയുണ്ട്. ഇത്ര വലിയൊരു ആക്രമണം, ഈ ദൃശ്യങ്ങൾ ആ നടിയെ ഭയപ്പെടുത്താനായിരുന്നു ഈ ദൃശ്യങ്ങൾ ഇത് ചിത്രീകരിച്ചത്. നടി ഒരു പരാതി കൊടുക്കുമെന്ന് ഒരിക്കലും ചിന്തിക്കുന്നില്ല. പെട്ടെന്ന് സിനിമാ സംവിധായകനും നിർമ്മാതാവായ ലാലിനെ ബന്ധപ്പെടുന്നു. ലാൽ ഒരു സഹായത്തിന് ആൻഡോ ജോസഫിനെ വിളിക്കുന്നു. ആൻഡോ ജോസഫിൻ്റെ തൊട്ടടുത്ത വീട്ടിലാണ് പി ടി തോമസ് താമസിക്കുന്നു. പി ടി തോമസ് ഒരു ധൈര്യത്തിന് വേണ്ടി പി ടി തോമസിനെയും കൂട്ടി ആൻഡോ ലാലിൻ്റെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ വെച്ച് കാര്യങ്ങൾ തകിടം മറിഞ്ഞു. പെട്ടെന്ന് പി ടി തോമസ് മാധ്യമങ്ങളെ അറിയിക്കുന്നു, പോലീസിനെ വിളിക്കുന്നു. പോലീസ് എത്തിയതോടെ എല്ലാം നിയന്ത്രണങ്ങൾക്ക് അപ്പുറത്തേക്ക് പോയി, എല്ലാം തുറന്ന് ചർച്ചയിലേക്ക് വന്നു. ഒരു പക്ഷേ നമുക്കിപ്പോൾ കോടതി വെറുതെ വിട്ട ദിലീപിനെ ഒരു കുറ്റക്കാരനായി നമുക്കിനി ചിത്രീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ കോടതിയുടെ വിധി ഇപ്പോൾ നമുക്ക് അംഗീകരിക്കാം. പക്ഷെ ഭാഗ്യലക്ഷ്മിയെ പോലുള്ളവർ പറയുന്നത് ഈ വിധി അന്തിമമല്ല. ടി വി വിനി ഇപ്പോൾ പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു, സുപ്രീം കോടതി വരെ പോയാലും അതിജീവിതയ്ക്ക് താൻ നീതി വാങ്ങിക്കൊടുക്കുമെന്ന്. എനിക്ക് തോന്നുന്നു പ്രോസിക്യൂഷൻ ഇനി ഇത്തരത്തിലുള്ള പ്രോസിക്യൂഷൻ അഡ്വക്കേറ്റുമാർ പോവാതിരിക്കുന്നേ നല്ലത്. കാരണം ബി രാമൻപിള്ളയ്ക്ക് ഞാൻ 100% ഒരു കയ്യടി കൊടുക്കും. കാരണം ഇഴകീറി പരിശോധിച്ചുകൊണ്ട് വളരെ നൂൽപ്പാലത്തിലൂടെ ഏത് നിമിഷവും ഒരുപക്ഷെ വ്യതിചലിച്ച ദിലീപിന് ഒരുപക്ഷെ ജീവപര്യന്തം വരെ കിട്ടാവുന്ന ശിക്ഷയിൽ നിന്നും ഇന്ന് കുറ്റവിമുക്തനാക്കിയിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു കഴിവുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വിജയമാണ്. ഞാൻ ഒരു കോടതിയുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പറയാണ്. ഇവിടെ പ്രോസിക്യൂഷൻ അമ്പെ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. തെളിവ് നശിപ്പിക്കലടക്കം ഗൂഢാലോചന അടക്കം തെളിയിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഇവിടെ പ്രോസിക്യൂഷന്റെ ഒരു പരാജയമാണ് കാണുന്നത്, ഒരു പക്ഷേ അന്വേഷണ വിഭാഗത്തിന്റെ പരാജയം. ഇത്രത്തോളം ദിലീപിനെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഇത്രത്തോളം കുറ്റക്കാരനാക്കിക്കൊണ്ട് തന്നെ ഈ പ്രോസിക്യൂഷൻ സമർപ്പിച്ചതെല്ലാം തന്നെ എന്താ പറയുക പരാജയപ്പെട്ടതിന്റെ ഒരു തെളിവാണ് ദിലീപ് മോചിതനായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പൊ ഇന്നലെ അഡ്വക്കേറ്റ് ഡിബേറ്റിലൊക്കെ വന്നിരുന്നു. അവരുടെ ഒരു സംസാരത്തിൽ തന്നെ നമുക്കറിയാം,
മിനി അടക്കമുള്ള ഈ പറയുന്ന അവര് വന്നിരുന്നു. ഇന്നലെ ഡിബേറ്റിലൊക്കെ ഞാൻ വന്നിരുന്നു. അപ്പൊ ഞാനത് ശ്രദ്ധിച്ചപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു ഇത്തരത്തിലുള്ള കേസുകൾ ഇവരെക്കാൾ കുറച്ചുകൂടി വിജയ സാധ്യത കിട്ടാൻ സാധ്യതയുള്ള ഏതെങ്കിലും അഡ്വക്കേറ്റുമാരെ ഏൽപ്പിക്കേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നി. പ്രോസിക്യൂഷന്റെ അഭയ പരാജയം ഇന്നിപ്പോ സണ്ണി ജോസഫ് അടക്കം പറഞ്ഞു പ്രോസിക്യൂഷന്റെ അവിടെ ഗൂഢാലോചന നടന്നോ എന്നാണ് ഇനി ഇപ്പോൾ പരിശോധിക്കേണ്ടത്. ഇല്ല, അത് നമുക്ക് ഒരു ആക്ഷേപത്തിന് വേണ്ടി പറയാമെന്നതേ ഉള്ളൂ. ഇത്തരം ക്രിമിനൽ ഗൂഢാലോചനകൾ പുറത്തു കൊണ്ടുവരാൻ അന്വേഷണ സംഘത്തിന് ഒട്ടനവധി പരിമിതികളുണ്ട്. കാരണം ഇത് അതീവ തന്ത്രശാലികൾ വളരെ ബുദ്ധിപരമായിട്ടായിരിക്കാം ഇത്തരം ഗൂഢാലോചനകൾ നടത്തുന്നത്. ആ ഗൂഢാലോചനയുടെ തെളിവായി അവശേഷിക്കുന്നത് ചുരുക്കം ചില കൂടിക്കാഴ്ചകളുടെ സാക്ഷികളും മൊബൈൽ ഫോണുകളുടെ സെയിം ലൊക്കേഷൻ റേഞ്ചും അത്തരം ചുരുക്കം ചില തെളിവുകൾ മാത്രമേ ഉള്ളൂ. അവരൊരിക്കലും നേരിട്ട് ഒരു ഗുണ്ടാ സംഘത്തെ കൊട്ടേഷൻ ഏൽപ്പിക്കുന്നയാൾ അവർ തമ്മിൽ നേരിട്ട് ഫോണിൽ ബന്ധപ്പെടില്ല. അവർക്കിടയിൽ അത്തരം തെളിവുകളുടെ കണ്ണികൾ അവശേഷിപ്പിക്കില്ല. വളരെ ബുദ്ധിപരമായി മാത്രമേ നീങ്ങും. അവരുടെ പ്രസൻസ് പോലും നമുക്കറിയാം. ഈ ആക്രമണം നടന്ന ഫെബ്രുവരി 17 ദിലീപ് ഒരു ആശുപത്രിയിലായിരുന്നു എന്ന വ്യാജരേഖ തയ്യാറാക്കി. ഇവിടെ അന്വേഷണ സംഘത്തിന് സ്വീകരിക്കാൻ പറ്റുന്ന മാർഗം എന്താണ്? എപ്പോഴും ഈ ഗൂഢാലോചനയുടെ കേന്ദ്രബിന്ദുവായി ഒരു പ്രതിയെ പൊതുസമൂഹത്തിന് മുന്നിൽ ചൂണ്ടിക്കാട്ടി ഒരു പൊതുബോധം സൃഷ്ടിച്ചെടുക്കുക. ആ പൊതുബോധത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രതിക്കെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകൾക്ക് കാതോർക്കുക. ആ വെളിപ്പെടുത്തലുകളെ വലിയ തെളിവുകളാക്കി കൊണ്ടുവരിക. ഇത്തരം ദുർബലമായ അവസ്ഥയിൽ നിന്ന് വേണം അവർക്ക് ഇക്കാര്യത്തിൽ വളരെ അനുകൂല സാക്ഷിമൊഴികളിലേക്കും തെളിവുകളിലേക്കും എത്താൻ. പക്ഷേ ദിലീപിനെ പോലെ വലിയ സ്വാധീനമുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ച് അയാൾക്കെതിരെ നേരിട്ട് മൊഴി കൊടുക്കാൻ, സാക്ഷി പറയാൻ വലിയ ആളുകളൊന്നും കടന്നു വരത്തില്ല. നമുക്കറിയാം, മലയാള സിനിമാ ലോകത്തെ അടക്കം 28 സാക്ഷികൾ കൂറുമാറിയ ഒരു കേസാണ്. എന്തിന്? ദിലീപ് ഫെബ്രുവരി 17 താമസിച്ച ആലുവയിലെ ആ സ്വകാര്യ ആശുപത്രിയുടെ ഉടമ ഹൈദർ അലി അടക്കം നിരവധി ആളുകൾ കൂറുമാറി. പൾസർ സുനി ആദ്യഘട്ടത്തിൽ ഒരു കത്ത് ജയിലിൽ നിന്ന് ദിലീപിന് അയക്കുന്നു. ഒരു സുഹൃത്ത് വശമാണ് കൊടുത്തുവിടുന്നത്. ഈ കത്തിൻ്റെ പശ്ചാത്തലത്തിൽ പൾസർ സുനിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ അറിയാൻ ശ്രമിച്ച അന്വേഷണ സംഘത്തിന് പിന്നീട് പരാജയപ്പെടേണ്ടി വന്നു. കോടതിയിൽ ഒരിക്കൽ പോലും ദിലീപിൻ്റെ പേര് പൾസർ സുനി പിന്നീട് പറഞ്ഞില്ല. ആദ്യഘട്ടത്തിൽ ദിലീപിനെ ഭയപ്പെടുത്തുകയായിരുന്നു പൾസർ സുനിയുടെ ലക്ഷ്യം. ജാമ്യത്തിലിറങ്ങിയ പൾസർ സുനി വലിയ അത്യാഡംബരത്തിലാണ് ജീവിച്ചത്. പോലീസ് നിരീക്ഷിക്കുന്നുണ്ട്. കാരണം സ്പെഷ്യൽ ബ്രാഞ്ച് എപ്പോഴും ഇത്തരം പ്രതികൾ ജാമ്യത്തിൽ ഇറങ്ങുമ്പോൾ അവരെ നിരീക്ഷിക്കും. വലിയ വലിയ ആഡംബര വാഹനങ്ങളിൽ ചലിക്കുന്നു, വലിയ തുക ചിലവിട്ട് ആഡംബര ജീവിതം നയിക്കുന്നു. അപ്പോൾ പൾസർ സുനിക്ക് ആരോ ഫണ്ട് ചെയ്തിരിക്കുന്നു. പൾസർ സുനിയുടെ അഭിഭാഷകൻ സുപ്രീം കോടതിയിൽ വരെ പോയി അതിശക്തമായി വാദിക്കുന്നു. വെറുമൊരു ക്രിമിനലായ പൾസർ സുനിക്ക് അവിടെ നിന്ന് ഇത്രയധികം പണം കിട്ടി. ഈ സംഘത്തിലുണ്ടായിരുന്ന 6 പ്രതികളുടെയും വീടുകളിൽ വലിയ സമൃദ്ധി, ഇതൊക്കെ എവിടെ നിന്ന് വന്നു? അപ്പോൾ നമുക്ക് പല കാര്യങ്ങളും ഇപ്പോഴും അജ്ഞാതമാണ്. ദിലീപാണ് നമുക്ക് മുന്നിലുള്ള മുഖ്യ ഗൂഢാലോചനയുടെ കേന്ദ്രബിന്ദു. നമുക്കതിലേക്ക് മാത്രമേ ഇപ്പോൾ ശ്രദ്ധിക്കാൻ കഴിയുന്നുള്ളൂ. ഇവിടെയാണ് ഭാഗ്യലക്ഷ്മി ഒരു ചോദ്യം ശ്രദ്ധേയമായി നമുക്ക് മുന്നിൽ ഉയർത്തുന്നത്. ദിലീപ് ആയിരുന്നില്ല ഗൂഢാലോചനക്കാരൻ എന്ന് കോടതിക്ക് അറിയാമായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് പോലീസിനോട് ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ആരാണ് എന്ന് അന്വേഷിക്കാൻ ഒരു ഉത്തരവ് നൽകിയില്ല? അപ്പോൾ ഈ കേസ് അട്ടിമറിച്ചതാണോ എന്ന സംശയം ഭാഗ്യലക്ഷ്മി പ്രകടിപ്പിക്കുമ്പോൾ ഭാഗ്യലക്ഷ്മിയുടെ സംശയത്തെ നമുക്ക് തള്ളിപ്പറയാൻ കഴിയില്ല. ഈ കേസ് അട്ടിമറിച്ചതാണ് എന്ന് സമൂഹ മാധ്യമങ്ങളിലും മറ്റുള്ള ചാനലിടങ്ങളിലുമൊക്കെ വിമർശനങ്ങൾ ഉയരുമ്പോൾ അതിനെയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷെ ഇവിടെ ആത്യന്തികമായ ഒരു കോടതി വിധിയാണ്. താൻ ഇരയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദിലീപ് കോടതി കെട്ടിടത്തിന് മുന്നിൽ മാധ്യമപ്രവർത്തകരെ കാണുന്നു. താനൊരു ഗൂഢാലോചനയുടെ ഇരയാണ്, എനിക്കെതിരെ എന്നെ പ്രതിയാക്കാനുള്ള ഗൂഢാലോചനയാണ് ഇവിടെ നടന്നത്. എൻ്റെ കരിയർ, എൻ്റെ സിനിമ, എൻ്റെ ജീവിതം എല്ലാം ഈ കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ തകർന്നു. ഈ ഒരു ഗൂഢാലോചനയാണ് ഇവിടെ നടന്നത്. ഇത് ദിലീപിനെ പോലൊരു വ്യക്തി മാധ്യമപ്രവർത്തകരോട് പറയുമ്പോൾ ഒരു നിമിഷം നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കും അയാളുടെ ജീവിതം, അയാളുടെ കരിയർ എല്ലാം തകർന്നു. പക്ഷേ ഇവിടെ ഇപ്പോഴും അജ്ഞാതമായി സത്യം എവിടെയൊക്കെയോ മറിഞ്ഞിരിക്കുന്നു. അതാണ് വാസ്തവം. അതിലപ്പുറം ദിലീപ് നിരപരാധിയെന്ന് നമുക്ക് 100% ഇപ്പോൾ ഉറപ്പിക്കുക വയ്യ. കാരണം ഇനിയും അപ്പീൽ പോകാനുള്ള എല്ലാ പ്രൊവിഷനും കിടക്കുന്നു. മേൽക്കോടതികളിലേക്ക്, സുപ്രീം കോടതി അടക്കം അതിജീവിതയ്ക്ക് സമീപിക്കാം. ആദ്യം മുതൽ അതിജീവിതയുടെ ഒരു പോരാട്ടം, കോടതിയിൽ നിന്ന് കണ്ണീരോടെ പുറത്തേക്ക് ഇറങ്ങി വരുന്ന കാഴ്ചകൾ. ഇതേ അതിജീവിതയ്ക്ക് 9 വർഷക്കാലം ഏതെങ്കിലും ഒരു ബോധ്യം അവരെ നയിച്ചിരുന്നുവെങ്കിൽ, ഈ ദിലീപ് നിരപരാധിയാണെന്നൊരു ബോധ്യം അവരുടെ ഉള്ളിലേക്ക് ഏതെങ്കിലും വിധത്തിൽ കടന്നിരുന്നുവെങ്കിൽ അവർ ദിലീപിനെ സ്വയം രക്ഷപ്പെടുത്തിയാനെ. അപ്പോൾ എന്തുകൊണ്ട് ഇത്തരമൊരു ബലാത്സംഗ കൊട്ടേഷൻ, ആ ബലാത്സംഗ കൊട്ടേഷനെ നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. അതിൻ്റെ സാഹചര്യം അങ്ങനെയാണ്, ആ ആക്രമണം നടന്ന രീതി അതാണ്, പിന്നീട് നടന്ന ഓരോ
പോലീസ് കണ്ടെത്തിയ ഓരോ തെളിവുകളും അങ്ങനെയാണ്. പക്ഷെ ആത്യന്തികമായി കോടതി പറഞ്ഞൊരു വാക്ക് നമുക്ക് അതിലേക്ക് ഒന്നുകൂടെ ശ്രദ്ധിക്കാം. 1 മുതൽ 6 വരെയുള്ള പ്രതികളെ ബലാത്സംഗം, ഗൂഢാലോചന തുടങ്ങിയ ഗുരുതര കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷിക്കുന്നു. 7 മുതൽ അപ്പോൾ കോടതി ഒന്നും മിണ്ടുന്നില്ല. 7-ാം പ്രതിയെ വെറുതെ വിട്ടുകൊണ്ട് അടുത്ത ഉത്തരവ്. അപ്പോഴേക്കും 8-ാം പ്രതി, അടുത്ത ദിലീപ്. 8-ാം പ്രതി ദിലീപിനെയും 9-ാം പ്രതിയെയും 10-ാം പ്രതിയെയും വിട്ടയച്ചുകൊണ്ട് അടുത്ത ഉത്തരവ്. ചുരുക്കത്തിൽ ഭാഗ്യലക്ഷ്മി പറയുന്നു, ആദ്യ 6 പ്രതികളെ ശിക്ഷിച്ചപ്പോൾ തന്നെ ഈ വിധി ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. 7-ാം പ്രതിയെ വെറുതെ വിട്ടപ്പോൾ 8-ാം പ്രതി ദിലീപിനെ വെറുതെ വിടുമെന്ന് അപ്പോഴേ ഞങ്ങൾ ഉറപ്പിച്ചതാണ്. ഞങ്ങൾ ഈ വിധി പ്രസ്താവം ചാനലുകളിലൂടെ കേൾക്കുകയായിരുന്നു. 6 കഴിഞ്ഞ് 7-ാം പ്രതി മുതൽ വെറുതെ വിടുന്നു എന്ന് കേട്ടപ്പോൾ നെഞ്ച് തകർന്നുപോയി എന്നാണ് പറഞ്ഞത്. അത് ഭാഗ്യലക്ഷ്മി പറയുമ്പോൾ അത് അതിജീവിതയുടെ ഒരു സ്പന്ദനങ്ങളാണ്. നമുക്ക് അതിജീവിത ഇര എന്നൊക്കെ പറയുമ്പോഴും ദിലീപ് നിരപരാധിയാണെങ്കിൽ ശിക്ഷിക്കപ്പെടരുത്. ഇവിടെ എപ്പോഴും നമ്മുടെ നിയമവ്യവസ്ഥ പറയുന്ന ഒരു സുപ്രധാന കാര്യം അവിടെ തന്നെയാണ്. എനിക്കിപ്പോൾ ദിലീപ് കുറ്റക്കാരനാണ് എന്ന് മുൻനിർത്തിക്കൊണ്ട് ഇപ്പോഴും മാധ്യമങ്ങൾ ഒരു വിചാരണ നടത്തുന്നുണ്ട്. പക്ഷെ ഇന്ന് വിധി അനുകൂലമായിട്ട് ദിലീപിന് വരുമ്പോൾ ദിലീപ് കുറ്റക്കാരനല്ല എന്നുള്ളതും കൂടെ തെളിയിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ള ചില സംശയങ്ങൾ നമുക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ പൾസർ സുനിയുടെ കാര്യത്തിലേക്ക് എടുക്കും. മാറി മറിഞ്ഞ് ഇടയ്ക്ക് റിപ്പോർട്ടർ ചാനൽ പൾസർ സുനിയുടെ ഒളിക്യാമറ, അത് ഒളിക്യാമറ അല്ല എന്നുള്ളത് ബോധമുള്ള ഏത് മലയാളിക്ക് മനസ്സിലാവുന്നതാണ്. പൾസർ സുനി ദിലീപിനെ മുൻനിർത്തിക്കൊണ്ട് പറയുന്ന പല കാര്യങ്ങൾ, ദിലീപാണ് ഇതിന്റെ പിന്നിലെന്ന്, ദിലീപാണ് ഫണ്ട് ചെയ്തത് എന്നുള്ളത്, 1 ലക്ഷം രൂപ പൾസർ സുനിയുടെ അക്കൗണ്ടിലേക്ക് വന്നതായിട്ടുള്ള തെളിവുകൾ. പക്ഷെ അതാണ് അപ്പൊ 2013 മുതൽ ഇത്തരത്തിൽ ഗൂഢാലോചന, 15 മുതൽ ഇത്തരത്തിൽ 2 വർഷം എടുത്തൊന്നും ഒരു ഈ പറയുന്ന ഒരു പാവപിടിച്ച പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പീഡനത്തിന് വേണ്ടി 2 വർഷം ഒന്നും ഇവർ ഇത്രയും പ്ലാൻ ചെയ്യേണ്ട കാര്യമില്ല. അത് നിഷ്പ്രയാസം ഇവരെ പോലുള്ളവർക്ക് സാധിക്കാൻ പറ്റുന്നത്. അതിൽ തന്നെ നമുക്കറിയാം അത് പൊള്ളയായ കളർ. മാത്രമല്ല ദിലീപിന് ഒരു സിനിമാ കമ്പനിയുണ്ട്. പൾസർ സുനി സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഡ്രൈവർ മറ്റുള്ള കാര്യങ്ങളുമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ പറയുന്ന ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് ഈ നടിയുടെ ഡ്രൈവറായിട്ടും പൾസർ സുനി ജോലി ചെയ്യുന്നു. കാരണം പരസ്പരം അറിയാവുന്നവരാണ്. ദിലീപിനും അറിയാം. പക്ഷെ ദിലീപ് ചെയ്തിട്ടുള്ള കുറെ ഫോൾട്ടുകളുണ്ട്. അറിയില്ല, പൾസർ സുനി അറിയില്ല എന്നുള്ളത്. ഈ പറയുന്ന പൾസർ സുനി ചില ഫോൾട്ടുകൾ ചെയ്തിട്ടുണ്ട്. കത്തയക്കുക. കാരണം അദ്ദേഹം ഈ പൾസറിനെ പോലുള്ള ക്രിമിനൽസിന് നന്നായിട്ട് അറിയാം, ഒരു കത്തല്ല ഒരു മെസ്സേജ് അയച്ചാലും അത് ദിലീപിലേക്ക് ചെന്നുപെടുമെന്നുള്ളത്. അപ്പൊ ഇതൊക്കെ ഒരുപക്ഷെ ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയെ മനഃപൂർവ്വം ഈ പറയുന്ന ദിലീപ് ഇന്ന് കുറ്റവിമുക്തനായപ്പോൾ പറഞ്ഞതുപോലെ ആ ഒരു പവറിനെ അല്ലെങ്കിൽ ആ ഒരു രാജാവിനെ, മുടിചൂടാ മന്നനെ എന്ന് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ആ വ്യക്തിയെ കരിയർ നശിപ്പിക്കാൻ മനഃപൂർവ്വം ബോധപൂർവ്വം മറ്റാരെങ്കിലും ഇതിലേക്ക് കളിച്ചതായിരിക്കൂടെ? അല്ല, ഇതിലൊന്നും നമുക്ക് ഉത്തരം പറയാൻ കഴിയില്ല. എന്തുകൊണ്ട് പൾസർ സുനി ദിലീപിന് മാത്രം കത്തയച്ചു? ഇവിടെ കോടതിയുടെ മുന്നിൽ വന്ന ചില സംശയങ്ങൾ. ഒന്ന്, ദിലീപിനെ അറസ്റ്റ് ചെയ്യാൻ 6 മാസം എടുത്തു. ദിലീപിലേക്ക് ആദ്യ കുറ്റപത്രം എത്തിയിരുന്നില്ല. 2-ാം കുറ്റപത്രത്തിലാണ് ദിലീപിന്റെ പേര് കടന്നുകൂടിയത്. അത് ബാലേന്ദ്രകുമാറിന്റെ കൂടുതൽ വെളിപ്പെടുത്തലാണ്. അപ്പോൾ ഇത്തരം ചില സംശയങ്ങളുടെ ആനുകൂല്യം തുടക്കം മുതൽ ദിലീപിന് കിട്ടി. ദിലീപ് ഇപ്പോൾ രക്ഷപ്പെട്ടത് സംശയങ്ങളുടെ ആനുകൂല്യത്തിലാണ്, തെളിവുകളുടെ അഭാവത്തിലാണ്. അതാണ് കോടതി പറയുന്നത്. ദിലീപിനെ കുറ്റവാളിയാക്കാൻ അല്ലെങ്കിൽ ദിലീപിന് ശിക്ഷ കൊടുക്കാൻ തെളിവുകളുടെ അഭാവമുണ്ട് എന്നാണ് പറയുന്നത്. എപ്പോഴും ഈ ക്രിമിനൽ ഗൂഢാലോചനയിൽ തെളിവുകളുടെ അഭാവം ഉണ്ടാകാം. അതൊരു സ്വാഭാവികത തന്നെയാണ്. പിന്നെ ഇതേ ഉള്ളൂ, ഈ കോടതി വിധിയൊക്കെ അങ്ങനെ നമുക്ക് അതിനെ പോസിറ്റീവായി തന്നെ കാണാം. ആത്യന്തികമായി ദൈവത്തിന്റെ കോടതി വിധി അത് യഥാർത്ഥ പ്രതികളെ കാത്തിരിപ്പുണ്ട് എന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ കഴിയൂ. തീർച്ചയായിട്ടും അതിജീവിത നേരിട്ടിട്ടുള്ള ആ ഒരു മാനസികമായിട്ടുള്ള വേദനകൾ നടിയോടൊപ്പം തന്നെയാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷെ അതിനപ്പുറം ഇതിന് ഇപ്പോഴും ഒരു ചോദ്യം ബാക്കി നിൽക്കുകയാണ്, ആരാണ് ഇതിന്റെ പിന്നിൽ, എന്താണ് ഇതിനുള്ള കാരണം എന്നുള്ളത്. കാരണം ദിലീപിനെ കുറ്റവിമുക്തനാക്കുമ്പോൾ വീണ്ടും കോടതിയുടെ മുന്നിലൊക്കെ ഉന്നയിക്കുന്ന ഒരു ചോദ്യമാണ്, ആരാണ് ഇതിന്റെ പിന്നിൽ എന്നുള്ളത്. മറുഭാഗത്ത് ദിലീപ് ഇന്ന് മോചിതനായിരിക്കുമ്പോൾ ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നീതിയുണ്ട്, സത്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ മനുഷ്യൻ 9 വർഷം അനുഭവിച്ച കൂടിയ ഒരു മാനസിക പീഡനം തന്നെ നമ്മൾ മാനിക്കേണ്ടിയിരിക്കുന്നു. ഒപ്പം ഇതിന്റെ പിന്നിൽ ആരാണെന്നുള്ളത് ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അത് വീണ്ടും സർക്കാരിലേക്കും ഒരുപക്ഷെ അന്വേഷണ വിഭാഗത്തിലേക്കൊക്കെ ചെന്ന് ചേരുന്നു. ഏതായാലും അതിജീവിതയ്ക്കൊപ്പം തന്നെ നമ്മളും ഉണ്ട്. തീർച്ചയായിട്ടും. നന്ദി, നമസ്കാരം.